ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ചിറക് വിരിച്ച് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാരെ തീർച്ചയായും കാണുക. ക്ലാസ്സിൻ്റെ ലിങ്ക്, അതായത് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ മാത്രമല്ല എല്ലാ നമ്മുടെ സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ചിറക് വിരിച്ചുള്ള ഫസ്റ്റ് യൂണിറ്റിന്റെ 2ാമത്തെ ചാപ്റ്റർ ആണ്, അതായത് അരികെ അകലെ. വളരെ ചെറിയ ചാപ്റ്റർ, ഒരു ചെറിയൊരു കവിതയുണ്ട്, കാത്തിരിപ്പ് എന്നുള്ളൊരു കവിതയും. 2ാമത്തെ പാഠമായിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ 2ാമത്തെ പാഠമായിട്ട് നീലഗിരിയുടെ റാണി എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് 2ാമത്തെ ചാപ്റ്ററിൽ കേട്ടോ. വളരെ കവിതയാണെങ്കിലും കഥയാണെങ്കിലും നമുക്ക് വായിക്കാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയും കവിതയാണ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മളിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരികെ അകലെ എന്നുള്ള നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ പാഠമാണ്, കാത്തിരിപ്പ് എന്നുള്ള കവിതയാണ്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ കണ്ട് ക്ലാസ്സുകൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് നമ്മളോട് ചോദിക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അരികെ അകലെ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റത്തെ പേജ് അല്ലേ. അപ്പം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇൻട്രോ എന്താണ്? യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും, അത് കൗതുകം പകരും. എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിന്റെ നോവും നൊമ്പരവും ഉണ്ട്. എങ്ങനെ? അപ്പൊ നമുക്ക് യാത്രയെക്കുറിച്ചല്ലേ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പൊ യാത്രയുടെ ആ ഒരു എത്രത്തോളം കൗതുകം നിറഞ്ഞതൊക്കെയാണെന്നൊക്കെ നമ്മളെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പൊ രസകരമായിട്ടുള്ള യാത്രയെക്കുറിച്ച്, സാങ്കല്പിക യാത്രകളെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് യാത്ര എത്രത്തോളം കാത്തിരിപ്പ്, അതായത് നമ്മുടെ ഈ അരികെ അകലെ എന്നുള്ള പാഠത്തില്, അതായത് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് കാത്തിരിപ്പ് എന്നുള്ള കവിതയിൽ നമ്മൾ പഠിക്കുന്നത് യാത്രയില് കാത്തിരിപ്പിന്റെ നോവും നൊമ്പരവുമാണ് പഠിക്കുന്നത്. അതായത് ആരെങ്കിലും ദൂരേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പ്രിയപ്പെട്ടവർ കുറച്ച് മാറി നിൽക്കുന്ന സമയത്ത് എത്രത്തോളം അത് വിഷമം ഉണ്ടാക്കും, നമുക്ക് സങ്കടം ഉണ്ടാക്കും മനസ്സിന്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഫസ്റ്റത്തെ കവിതയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? അരികെ അകലെ. ഇതാണ് നമ്മുടെ കാത്തിരിപ്പ് എന്നുള്ള കവിത. ആരാണ് എഴുതിയിരിക്കുന്നത്? കവി ചെറുശ്ശേരിയുടെയാണ് അല്ലേ. കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് കേട്ടോ കാത്തിരിപ്പ്. ഇവിടെ നമുക്ക് മീനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ അത് മീനിങ് വായിക്കാം. അല്ലൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കവിത അല്ലെങ്കിൽ കഥയാണെങ്കിലും ഒരുപാട് പുതിയ വാക്കുകൾ ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷിൽ ന്യൂ വേർഡ് പോലെ മലയാളത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. സോ എന്ത് ചെയ്യുക? അർത്ഥങ്ങൾ പഠിക്കാൻ നോക്കുക. അർത്ഥങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ തന്നെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്താണ് അല്ലൽ പറഞ്ഞാൽ? ദുഃഖമാണ്. ഉഴലുക പറഞ്ഞാൽ ചുറ്റിത്തിരിയുക. ഖാനനം പറഞ്ഞാൽ കാട്. അതുപോലെ എന്താ? കുത്തി കുതറുക പറഞ്ഞാൽ കുത്തി മുറിവേൽപ്പിക്കുക. തറച്ചില്ലല്ലി പറഞ്ഞാൽ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ. തോഴിയര കൂട്ടുകാരി. ദീനൻ പറഞ്ഞാൽ വിഷമിച്ചവൻ. വാരാഞ്ഞു പറഞ്ഞാൽ വരാതിരുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കവിത ഒരു തവണ വായിക്കാം അല്ലെ. കാത്തിരിപ്പ് എഴുതിയത് ചെറുശ്ശേരി. എന്മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴി ചൊല്ലിനലേ ഇന്നേരം വന്നാനല്ലോ. കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി. കായ്ക്കളെ കൊള്ളുവാൻ പാഴ്മരമേറിട്ടു കാനനം തന്നിലെ വീണാനോദാൻ. ചാലത്തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതിർന്നില്ലല്ലേ. കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ. സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലുതോഴി. പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ. ചോരെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നിതുള്ളവും പിന്നെ പിന്നെ. എന്താണ് കവിതയുടെ ആശയം എന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒരു തവണയും കൂടെ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക കവിത. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു കാത്തിരിപ്പാണ്. ആരുടെ കാത്തിരിപ്പാ? ഒരമ്മ അമ്മയുടെ മകനെ കാത്തിരിക്കുകയാണ് കേട്ടോ.
അപ്പൊ ആരാണ് അമ്മ, മകൻ എങ്ങോട്ടാ പോയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കവിതയുടെ ആശയം വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മളിവിടെ കവിതയുടെ ആശയം കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് വായിക്കാം. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് കാത്തിരിപ്പ് എന്ന കവിത. തന്റെ മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ഉള്ളിലെ ആശങ്കകളാണ് കവി മനോഹരമായ ഈ വരികളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആരെയാണ് കാത്തിരിക്കുന്നത്? അമ്മ മകനെയാണ് അല്ലെ. കാട്ടിലേക്ക് പോയ മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയെയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുക. കാലിമേയ്ക്കാൻ എന്ന് വെച്ചാൽ ആരാ കാലിമേയ്ക്കുക വെച്ചെന്താ, പശുക്കളെ മേയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അല്ലേ മകൻ. അപ്പൊ സമയം ഒരുപാട് വൈകി, എന്നിട്ട് മകൻ എത്തിയില്ല കേട്ടോ. അപ്പൊ അമ്മ വിഷമിക്കുകയാണ്, എന്ത് പറ്റിക്കാണും എന്റെ മകനെന്ന് ഓർത്ത് അമ്മ ആവലാതിപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ് കേട്ടോ, ടെൻഷൻ അടിക്കുകയാണ്. മകൻ എന്തേ ഇത്രയും നേരമായും വന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. മകൻ എവിടെ പോയെന്ന് അറിയാത്ത അവസ്ഥയിൽ അമ്മയുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ നിറയുന്നു. കാലികളെ കാണാഞ്ഞ് കാട്ടിൽ നടക്കുമ്പോൾ കാലിൽ മുള്ളു കുത്തിയിട്ടുണ്ടാകുമോ? പാഴ്മരത്തിൽ കയറി വീണിരിക്കുമോ? കാട്ടിൽ വഴിതെറ്റി, ഇവിടെ എഴുതിയിരിക്കുന്നത് പുലിയാൽ എന്നാണ് കേട്ടോ. കാട്ടിൽ വഴിതെറ്റി പുലിയാൽ പെട്ടിരിക്കുമോ എന്നാണ്. പെട്ടിരിക്കാം എന്നല്ല, പെട്ടിരിക്കുമോ. അതായത് അമ്മ ആശങ്കപ്പെടുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമോ, ആക്രമിക്കപ്പെട്ടിരിക്കുമോ. ചേഞ്ച് ചെയ്യുക, ഇവിടെ ക്യൂ മോ എന്നാണ് കേട്ടോ. ഇതാണ് മോ. ഓക്കെ, ആക്രമിക്കപ്പെട്ടിരിക്കുമോ. കുട്ടികളുമായി കളിക്കുന്നതിനിടയിൽ പരിക്കേറ്റിട്ടുണ്ടാകുമോ എന്നിങ്ങനെ ഒരുപാട് ഭയങ്ങളും ആശങ്കകളും അമ്മയുടെ മനസ്സിൽ നിറയുന്നു. അമ്മയുടെ സ്നേഹവും കാത്തിരിപ്പിന്റെ വേദനയും കവി നമുക്ക് കാണിച്ചു തരുന്നു. അമ്മമാരുടെ സ്നേഹത്തിന് ഒരു അതിരുമില്ല എന്നതാണ് ഏറ്റവും വലിയ സന്ദേശം. കാഴ്ചയിൽ ശാന്തമായി കാണപ്പെടുന്ന അമ്മയുടെ ഉള്ളിൽ ഒരുപാട് വേദനയും ആശങ്കയും ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കവിതയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യോത്തരങ്ങൾ നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ കവിത താളമിട്ട് ചൊല്ലുന്നതാണ്. കവിതയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ഈണം കൊടുത്ത് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. കവിത കാത്തിരിപ്പ് എന്നുള്ള കവിത പ്രസന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകും എന്നാണ് അമ്മ വേവലാതിപ്പെടുക വെച്ചാൽ ആശങ്കപ്പെടുന്നത്. എന്തൊക്കെയാ? കാലികളെ കാണാതെ കാട്ടിൽ നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചിരിക്കുമോ? പാഴ്മരത്തിൽ കയറി വീണിരിക്കുമോ? കാട്ടിൽ വഴിതെറ്റി പുലിയാൽ ആക്രമിക്കപ്പെട്ടിരിക്കുമോ? കളിക്കുമ്പോൾ വീണിരിക്കുമോ? പരിക്കേറ്റിരിക്കുമോ? എന്നിങ്ങനെ പലതരം വേവലാതികളാണ് അമ്മയുടെ മനസ്സിൽ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, നീറുന്നിതുള്ളവും പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം? എന്താണ് ഇവിടെ നീറുന്നതിലുള്ളവും? ഉള്ളം പറഞ്ഞ എന്താ? മനസ്സ്. നീറുന്നു എന്ന് വെച്ചാൽ എന്താ? വേദനിക്കുന്നു. എന്താണ്? ചോറൊക്കെ. അപ്പൊ അമ്മ ചോറൊക്കെ വിളമ്പി മകനെ കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ചോറൊക്കെ ആറി, ചൂട് ചോറൊക്കെ വിളമ്പി വെച്ചതായിരുന്നു. ചോറൊക്കെ ആറി. അതേപോലെ അമ്മയുടെ മനസ്സ് എന്താണ്? ആറിയിട്ടില്ല അല്ലെ. അമ്മയുടെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ്, എന്ന് വെച്ചാൽ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഉള്ളം പറഞ്ഞാൽ മനസ്സാണ് കേട്ടോ. അപ്പം അമ്മയുടെ മനസ്സ് ആവലാതി കൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ വരികളുടെ ആശയം? മകനെ കുറിച്ച് ഓർത്ത അമ്മയുടെ ഉള്ളിൽ എത്രമാത്രം ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വരികളിൽ കാണിക്കുന്നത്. മകനെ കുറിച്ചുള്ള ആശങ്കകൾ അമ്മയുടെ ഉള്ളിൽ ദുഃഖം നിറയ്ക്കുന്നു എന്ന് കവി പറയുന്നു. അടുത്ത ചോദ്യം, വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിൽ ഇല്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട്? ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പദങ്ങൾ നമ്മൾ സാധാരണ ഇപ്പൊ ഉപയോഗിക്കാത്ത ഒരുപാട് പദങ്ങൾ നമ്മൾ കവിത വായിച്ചപ്പോൾ കണ്ടു അല്ലെ. വളരെ പഴയ പദങ്ങളാണ്. എന്താണ് ആ പഴയ പദങ്ങൾ? അതിന് ഇന്ന് ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ്? വന്നാനല്ലോ ചോദിച്ചു പറഞ്ഞാൽ വന്നല്ലോ. വാരാഞ്ഞു എന്നാൽ വരാതിരിക്കുക. തറച്ചില്ലല്ലേ, തറച്ചിട്ടില്ല അല്ലേ. നീറുന്നതുള്ളവും മനസ്സിലെ ദുഃഖം. ചമഞ്ഞു പറഞ്ഞാൽ പൊങ്ങുന്നു, കാണുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇത്രയുമാണ് നമ്മുടെ കാത്തിരിപ്പ് എന്നുള്ള കവിത. വളരെ ചെറിയൊരു കവിതയാണ് അല്ലേ. അതുകൊണ്ട് അടുത്തതൊരു കഥയാണ്. നമ്മളത് വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കഥ. നമ്മുടെ നീലഗിരിയുടെ റാണി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കവിത ഇഷ്ടമായോ? കവിത ഇഷ്ടമായാൽ, നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വളരെ 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 വാല്യുബിൾ ആയിട്ടുള്ള വിലപ്പെട്ട നിങ്ങളുടെ കമന്റുകൾ നമ്മളെ അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ എന്തൊക്കെ ചാപ്റ്റേഴ്സ് ഇനി അപ്ലോഡ് ചെയ്യണം, എങ്ങനത്തെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സജഷൻസ് അറിയിക്കാം. താങ്ക് യു.